രാഷ്ട്രീയ തീരുമാനമൊന്നും നമ്മെയോ നമ്മുടെ മതവിശ്വാസത്തെയോ ബാധിക്കുന്ന വിഷയമൊന്നല്ല എന്നൊരു ധാരണ അത് തിരുത്തണം. ഇന്ന് ഇഷ്ടം പോലെ വിഷയങ്ങൾ നമ്മുടെ മതവിശ്വാസത്തെ, സമുദായ വിഷയങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനം രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രീയ തീരുമാനമല്ലേ? അതേപോലെ തന്നെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന് പറയുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, നിർബന്ധ മതപരിവർത്തന ബില്ല്, അതിന്റെ മറവിൽ മതപ്രബോധനം തന്നെ കുറ്റകൃത്യമാക്കുന്ന ഒരു സാഹചര്യം കൊണ്ടുവരുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ? ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ? ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്ന നയം സെറ്റ് ചെയ്തുകൊണ്ട് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ? വഖഫ് നിയമത്തിന്റെ ഭേദഗതി രാഷ്ട്രീയ തീരുമാനമല്ലേ? ഹജ്ജ് നയങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ? കുത്തഴിഞ്ഞ ലൈംഗികതക്കും മദ്യത്തിന്റെ വ്യാപനത്തിനും അനുഗുണമാകുന്ന നയങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ? ഇപ്പോൾ തന്നെ ഒറ്റപ്പെട്ട ലക്ഷദ്വീപിനെ കൂടുതൽ ഒറ്റപ്പെടുത്ത നയങ്ങൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ? സർക്കാർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തത് രാഷ്ട്രീയ പാർട്ടികൾ സമുദായത്തോടുകൂടി കാണിച്ച അനീതിയല്ലേ? സംവരണം അട്ടിമറിക്കുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ? മതേതരത്വം മതലയനമായും മതനിരാസമായും ആഖ്യാനിച്ച് യഥാർത്ഥ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരെ കേസെടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് ഭരണകൂട താല്പര്യങ്ങളല്ലേ? മതവിദ്യാഭ്യാസത്തിന്റെ സമയം പ്രതിസന്ധിയിലാകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ? വെള്ളിയാഴ്ച ജുമഅക്ക് പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധം പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ? 1991 ആരാധനാലയ നിയമം നിലനിൽക്കുമ്പോഴും അത് അട്ടിമറിച്ചുകൊണ്ട് പള്ളികൾ ബുൾഡോസറിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമല്ലേ? നാം രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിക്കണം, ശ്രദ്ധയിൽപ്പെടുത്തണം, ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. സമുദായ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കണം. അവർക്കതിന് പരിഹാരം കാണൽ നിർബന്ധമാകുന്ന അവസ്ഥയിൽ ഒരു സമ്മർദ്ദ രീതിയിൽ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ഈ സൈറ്റ് ഉണ്ടെങ്കിലേ എഴുതാൻ കഴിയുകയുള്ളൂ, പുസ്തകമുണ്ടെങ്കിലേ വായിക്കാൻ കഴിയുകയുള്ളൂ, ഈ ചുമരുണ്ടെങ്കിലേ ഈ രാജ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ മതവിശ്വാസവും നമ്മുടെ രാജ്യ പുരോഗതിയും അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം നമുക്ക് വേണം. ഇതും നമ്മുടെ വിഷയമാണ്. ആ രീതിയിൽ ഉയർന്നു ചിന്തിക്കുവാൻ, ഇന്ത്യയുടെ വർത്തമാനകാല ഇന്ത്യയുടെ തുടിപ്പുകൾ മനസ്സിലാക്കി കണ്ണിലൊണ്ടയൊഴിച്ച് അതിന്റെ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു പ്രബുദ്ധ സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ.